ആഞ്ഞടിച്ചെത്തുന്ന റമാൽ ചുഴലിക്കാറ്റിൽ പശ്ചിമ ബംഗാളിൽ കനത്ത നാശം. നിരവധി മരങ്ങൾ കടപുഴകി. കൊൽക്കത്ത ഉൾപ്പെടെ പല പ്രദേശങ്ങളിലും കനത്ത മഴ തുടരുകയാണ്. അടുത്ത 3 മണിക്കൂറിൽ കാറ്റിന്റെ ശക്തി കുറയുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബാലു, കനത്ത മഴയുണ്ട്, വലിയ മരങ്ങൾ വരെ കടപുഴകി വീണിട്ടുണ്ട്. പക്ഷേ രക്ഷാപ്രവർത്തനം അസാധ്യമായ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ല പശ്ചിമ ബംഗാളിൽ എന്ന് തോന്നുന്നു, അല്ലെ? ഈ ട്രെയിനുകൾ റദ്ദു ചെയ്തതിന്റെയും മറ്റും വിവരങ്ങൾ കൂടി. മധു പറഞ്ഞതുപോലെ തന്നെ കനത്ത മഴ ഇപ്പോഴും കൊൽക്കത്തയിലും പശ്ചിമ ബംഗാളിൻ്റെ വിവിധ പ്രദേശങ്ങളിലുമൊക്കെ ഇപ്പോഴും തുടരുകയാണ്. അതുകൊണ്ട് തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ പലതും വെള്ളം കയറിയിട്ടുണ്ട്. ഈ സൗത്ത് 24 പർഗാനാസ്, ഹൂഗ്ലി തുടങ്ങിയ ജില്ലകളിൽ ഈ വൻ മരങ്ങളൊക്കെ കടപുഴകിയ സാഹചര്യവും ഉണ്ട്. അവിടെയും കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ്. പക്ഷേ ഏറ്റവും ആശ്വാസകരമാകുന്ന കാര്യം, കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പുതിയ അറിയിപ്പ് പ്രകാരം ഈ റൊമാൽ ചുഴലിക്കാറ്റിൻ്റെ തീവ്രത കാര്യമായി തന്നെ കുറയുന്നു എന്നതാണ്. ഇന്നലെ രാത്രി ഈ കരതൊട്ട ചുഴലിക്കാറ്റ് ഇന്ന് പുലർച്ചെ 5:30 സിവിയർ സൈക്ലോണിൽ നിന്ന് സൈക്ലോണായി കുറയുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ കാറ്റിൻ്റെ ശക്തി ഇനിയും കുറഞ്ഞ് അത് ഈ അപകട സ്ഥിതിഗതി അല്ലെങ്കിൽ അപകടം പൂർണ്ണമായും അത്തരമൊരു സാഹചര്യം മറികടക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. പശ്ചിമ ബംഗാളിലെ ഈ റോഡ്, റെയിൽ, വ്യോമ ഗതാഗതത്തെ കാര്യമായി തന്നെ ഈ ചുഴലിക്കാറ്റ് ബാധിച്ചിട്ടുണ്ട്. കൊൽക്കത്ത വിമാനത്താവളം ഇന്നലെ വൈകിട്ടോടുകൂടി അടച്ചിരിക്കുകയാണ്. ഇന്ന് വൈകിട്ടോടുകൂടി മാത്രമേ ഇനി സർവീസുകൾക്കായി തുറന്നു നൽകുകയുള്ളൂ. അതുപോലെ തന്നെ വിവിധ ട്രെയിനുകൾ റദ്ദാക്കിയിട്ടുണ്ട്. റോഡ് ഗതാഗതത്തെയും കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഈ മുൻകരുതൽ പ്രവർത്തനങ്ങൾ കാര്യമായ തോതിൽ തന്നെ എടുത്തിട്ടുള്ളതിനാൽ തന്നെ, അതായത് ഏതാണ്ട് 1 ലക്ഷത്തോളം പേരെയാണ് മാറ്റി പാർപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആൾനാശം സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളൊന്നും തന്നെ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൊൽക്കത്തയിലേക്ക് വിവിധ പ്രദേശങ്ങൾ, നമുക്ക് രാവിലെ വരുന്ന ദൃശ്യങ്ങളിലൊക്കെ നോക്കിയാൽ തന്നെ കാണാം, വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അവിടെ ഈ ജനജീവിതത്തെ കാര്യമായ തോതിൽ തന്നെ ഈ മഴ കാര്യമായ തോതിൽ തന്നെ ബാധിക്കുന്നുണ്ട്. ഈ രക്ഷാപ്രവർത്തനം കാര്യമായ തോതിൽ തന്നെ നടക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം NDRFൻ്റെ പ്രത്യേക വിഭാഗങ്ങളെ കൽക്കട്ടയിലും അതുപോലെ തന്നെ ബംഗാളിലെ വിവിധ പ്രദേശങ്ങളിലുമൊക്കെ വിന്യസിച്ചിട്ടുണ്ട്. പശ്ചിമ ബംഗാളിന് പുറമെ അസം, ത്രിപുര തുടങ്ങിയ സംസ്ഥാനങ്ങളും കനത്ത ജാഗ്രതയിലാണ് ഇപ്പോൾ ഉള്ളത്. നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് ഈ അപകടകരമായ ഘട്ടം കഴിഞ്ഞിട്ടുണ്ട്. കാരണം സിവിയർ സൈക്ലോണിൽ നിന്ന് ഇതിനോടകം തന്നെ ഇത് ഒരു സൈക്ലോണായി മാറിയിട്ടുണ്ട്. അത് അടുത്ത 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ അതിൻ്റെ ശക്തി ക്ഷയിച്ച് ആ അപകടം ഘട്ടം പൂർണ്ണമായും തന്നെ മറികടക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. മാധു, ബാലു, ഏതാണ്ട് 1 ലക്ഷത്തോളം പേരെ ഈ ക്യാമ്പുകളിലേക്കൊക്കെ, ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കൊക്കെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഈ മഴ കുറയുന്ന നിലയ്ക്ക് തന്നെ ഇറങ്ങിപ്പോകുന്ന തരത്തിലുള്ള വെള്ളക്കെട്ട് മാത്രമേ ഇപ്പോഴവിടെ ഉള്ളൂ? അതോ ആളുകൾക്ക് കൂടുതൽ ദിവസങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ താമസിക്കേണ്ടി വരുമോ? അതിനുവേണ്ടി സർക്കാർ എടുത്തിരിക്കുന്ന സജ്ജീകരണങ്ങൾ എന്തൊക്കെയാണ്? മാധു, ഇപ്പോൾ ഈ കാറ്റിൻ്റെ ഈ സഞ്ചാരപഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കര തൊട്ടതിന് ശേഷം കാറ്റിൻ്റെ സഞ്ചാരപഥം വടക്ക് കിഴക്കൻ ദിശയിലേക്കാണ് പോകുന്നത്. അതായത് ഇത് ബംഗ്ലാദേശിലേക്കാണ് കൂടുതൽ ഇതിൻ്റെ ഒരു സഞ്ചാരപഥത്തിലേക്ക് വരുന്നത് എന്നാണ് ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ 2 ദിവസം മുമ്പ് തന്നെ ഈ ചുഴലിക്കാറ്റ് സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു ലക്ഷണങ്ങളൊക്കെ ലഭിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ വലിയ തോതിലുള്ള ഈ മുൻകരുതൽ പ്രവർത്തനങ്ങൾ അവിടെ എടുത്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തീരദേശത്തും മറ്റും താമസിക്കുന്ന ഏതാണ്ട് 1 ലക്ഷത്തോളം പേരെ
അവിടെ നിന്ന് മാറ്റി സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റി പുനരധിവസിപ്പിക്കുകയും മറ്റും ചെയ്തിരിക്കുന്നത്. ഈ മരങ്ങൾക്ക് പുറമെ ചില വീടുകൾക്കും സാരമായ നഷ്ടം ഈ ചുഴലിക്കാറ്റിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പ്രാഥമിക റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള സർക്കാരിൻ്റെ ഔദ്യോഗികമായ കണക്കുകളൊന്നും തന്നെ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ നാശത്തിൻ്റെ ആധിക്യം എത്രയാണ് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ വേണ്ടി കഴിയില്ല. പക്ഷേ പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 7 ഘട്ടങ്ങളായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലമാണ്. അതിൽ 7ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജൂൺ 1 പല മണ്ഡലങ്ങളിലും ഇതിനോടകം തന്നെ ഈ പ്രശ്നങ്ങൾ, അതായത് ഈ വെള്ളക്കെട്ട്, അതുപോലെ തന്നെ കനത്ത മഴ തുടങ്ങിയ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ വോട്ടെടുപ്പിനെ ബാധിക്കുമോ എന്ന, പോളിംഗിനെ ബാധിക്കുമോ എന്ന ആശങ്കകൾ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. പക്ഷേ നിലവിൽ സർക്കാരിന്റെ ബാലു, എവിടെയെങ്കിലും ഈ പറയുന്ന മരം കടപുഴകി വീണതിനപ്പുറത്തുള്ള അത്യാഹിതങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? കൃത്യമായ മുന്നറിയിപ്പുകളും കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങളും മുൻകരുതലുകളും ഒക്കെ സ്വീകരിച്ചിട്ടുണ്ട് പശ്ചിമ ബംഗാൾ സർക്കാർ എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഈ മരം ഒഴുകി അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സുന്ദർബൻസ് മേഖലകളിൽ ചെറിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. സൗത്ത് 24 പർഗാനസിലെ ചില മേഖലകളിൽ ഈ വീടുകൾക്കും കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. പക്ഷേ ഏറ്റവും ആശ്വാസകരമാകുന്ന കാര്യം ഈ ആൾനാശം ഇതുവരെയും ഉണ്ടായതായി ഒരു റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നില്ല. സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്കുകളിലോ അല്ലെങ്കിൽ ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങളിലോ ഒന്നും അങ്ങനെ കാര്യമായിട്ടുള്ള ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു ആശങ്കപ്പെടുന്ന തരത്തിലുള്ള ഒരു ദുരിതം വിതച്ചതായി കാണുന്നില്ല. ഏതായാലും നിലവിൽ മഴ ശക്തമായി തന്നെ ഈ പശ്ചിമ ബംഗാളിലെ പല പ്രദേശങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. കൊൽക്കത്ത പോലുള്ള പ്രദേശങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. അത് കുറയുമ്പോൾ മാത്രമായിരിക്കും ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു ചിത്രം നമുക്ക് ലഭ്യമാകാൻ വേണ്ടി കഴിയുള്ളൂ. കാരണം സർക്കാരിൻ്റെ ഔദ്യോഗികമായ കണക്കുകൾ പുറത്തു വരേണ്ടതായുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഈ വളരെ ഒരു വ്യാപകമായ മുൻകരുതലുകളും തയ്യാറെടുപ്പുകളും ഒക്കെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിച്ചിരുന്നു. അതിൽ ഈ കോസ്റ്റ് ഗാർഡിനെ വിന്യസിച്ചിരുന്നു. അതുപോലെ തന്നെ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ പ്രത്യേക വിഭാഗങ്ങളെ അവിടെ വിന്യസിച്ചിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ ദുരന്ത നിവാരണ സേനാംഗങ്ങൾ ഉണ്ടായിരുന്നു. പോലീസ്, വിവിധ ഈ സന്നദ്ധ സംഘടനകൾ എന്നിവയുടെയൊക്കെ ഉള്ള വിന്യാസം ഉണ്ടായിരുന്നു. അതൊക്കെ കാരണം തന്നെ അവരൊക്കെ നടത്തിയ ഈ പ്രവർത്തനങ്ങൾ കാരണം തന്നെ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് പ്രാഥമികമായ റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്.